യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ തീവ്രതയും വേദനയും ദൃശ്യഭാഷയിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ നോവായി പടർത്തിയ ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ചിത്രീകരണം ഓഗസ്റ്റിൽ ആരംഭിക്കും. ദ റെസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഭാഗത്തിൽ യേശുവിന്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പ്രമേയമാക്കുന്നത്. ഇറ്റലിയിലെ സിനിസിറ്റയിൽ ഓഗസ്റ്റിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് റോമിലെ സിനിസിറ്റ സ്റ്റുഡിയോയുടെ CEO മാനുവേല കാസിയാമനി ഇറ്റാലിയൻ പത്രമായ ഇൽ സോൾ 24 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം ഐക്കൺ പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിക്കുന്നത്. സിനിമ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതും ചിത്രീകരിക്കുന്ന രീതിയിൽ ആളുകളിൽ വിഷയവും വികാരവും എങ്ങനെ ഉണർത്താമെന്നുമുള്ള ആശയങ്ങൾ തൻ്റെ കയ്യിലുണ്ട്. വളരെ കാലമായി വിഷയത്തിൽ പഠനം നടത്തുകയാണ്. ഇത് എളുപ്പമായിരിക്കില്ല. എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പൂർണ്ണമായും ഉറപ്പില്ല. പക്ഷേ ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കും, മെൽ ഗിബ്സൺ പറഞ്ഞു. യേശുവിൻ്റെ വേഷം കൈകാര്യം ചെയ്ത ജിം കാവിയസലിനെ യേശുവായി വീണ്ടും അവതരിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ആദ്യ സിനിമ പുറത്തിറങ്ങി 20 വർഷത്തിലേറെയായി എന്ന വസ്തുത നിലനിൽക്കുന്നതിനാൽ CGI, DAging പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടി വരും, ഗിബ്സൺ കൂട്ടിച്ചേർത്തു. യേശുവിൻ്റെ ജീവിതത്തിലെ അവസാന 12 മണിക്കൂറുകൾ ചിത്രീകരിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പുതിയ ചിത്രം വരുന്നത്. 2004 പുറത്തിറങ്ങിയ ആദ്യ ഭാഗം സിനിമാ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി മാറിയിരുന്നു. ചിത്രത്തിന്റെ അവസാന ഭാഗത്തിൽ പീഡാനുഭവത്തിന്റെ അതിവൈകാരിക രംഗങ്ങളും യേശുവിനെ ക്രൂശിക്കുന്ന രംഗങ്ങളും ലോകമെങ്ങുമുള്ള പ്രേക്ഷകരിൽ വലിയ പ്രതികരണമുണ്ടാക്കിയിരുന്നു. പലരും വിങ്ങലോടെയായിരുന്നു അന്ന് തിയേറ്ററുകൾ വിട്ടിറങ്ങിയത്. $30 ദശലക്ഷം ചെലവിൽ നിർമ്മിച്ച സിനിമ ആഗോളതലത്തിൽ $611 ദശലക്ഷം വാരിക്കൂട്ടിയത്. $370.8 ദശലക്ഷം കളക്ഷനുമായി വടക്കേ അമേരിക്കയിൽ R-റേറ്റഡ് ചിത്രത്തിൽ ഏറ്റവും വലിയ തുക സ്വന്തമാക്കിയ ചിത്രം കൂടിയാണ് ദ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. ഇതിന്റെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രൈസ്തവ ലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.